എത്ര പ്രതികൂല സാഹചര്യത്തിലൂടെ ഞാൻ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നാലും ദൈവത്തെ സംശയിക്കരുത്, അവിശ്വസിക്കരുത്. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കണം, അതിനായിട്ട് കാത്തിരിക്കണം. നിശ്ചയമായിട്ടും ഒരു വിടുതൽ നമുക്ക് കാണുവാൻ കഴിയും. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വീണ്ടും ഒരു അനുഗ്രഹീതമായ പ്രഭാതം. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ദൈവവചനം ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് സാഹചര്യങ്ങളെ അനുവദിച്ച് തന്നിരിക്കുകയാണ്. ഈ വചനങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിലേക്ക് അടുക്കാൻ, ഒന്നും കൂടെ ആത്മാവിൽ ബലപ്പെടാൻ ഈ വചനങ്ങൾ സഹായമാകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മടങ്ങി വരട്ടെ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൽ ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. 5-ാമത്തെ വാക്യം. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വിചാരിച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി അവനൊരു ദേവനെന്ന് പറഞ്ഞു. ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി മെസ്സേജുകൾ മോർണിംഗ് മന്നായി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗമായതുകൊണ്ടാണ് ഞാൻ ഈ ദൂത് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ നിയോഗപ്രകാരമാണ് പൗലോസ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവാലോചനയ്ക്ക് വിരുദ്ധമായിട്ട് കപ്പലുടമസ്ഥൻ്റെയും മാലുമിയുടെയൊക്കെ വാക്കുകൾ കേട്ട് ശതാധിപ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയെങ്കിലും ദൈവത്തിൻ്റെ ശബ്ദമാ എക്സ്പീരിയൻസിനെ കാട്ടി വലുതെന്ന് ദൈവം അവിടെ തെളിയിക്കുന്നൊരു സംഭവമാണ് 27-ാം അധ്യായത്തിൽ കാണുന്നത്. 14 ദിനരാത്രങ്ങൾ സൂര്യചന്ദ്രന്മാരെ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റടിച്ച് രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയിട്ട് അവിടെ ആയിരിക്കുന്ന ആൾക്കാരുടെ നടുവിൽ പൗലോസ് എഴുന്നേറ്റ് നിന്നിട്ട് പറയുക, പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, ആമേൻ, നിങ്ങളുടെ പ്രാണന് ദോഷവും സംഭവിക്കത്തില്ല. ഇങ്ങനെ പറയാൻ കഴിയുന്നത് ഒരു ദൈവ പൈതലിന് മാത്രമേ, ഒരു ദൈവ പൈതലിന് മാത്രമേ ഇങ്ങനെയുള്ള മേഖലകളിൽ സംയമനത്തോടെ നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം അവൻ്റെ ആശ്രയം കാറ്റല്ല, അവൻ്റെ ആശ്രയം പടകല്ല, അവൻ്റെ ആശ്രയം അവിടെ ഉള്ള ഒന്നുമല്ല, അവൻ്റെ ആശ്രയം ദൈവമാണ്. ഈ പ്രഭാതത്തിലും ആരോ പറയുന്നല്ലോ, എൻ്റെ ആശ്രയം കർത്താവ് മാത്രമാണ് ദൈവദാസനെ, ദൈവം മാത്രമാണ് എൻ്റെ ആശ്രയം. ഇങ്ങനെ പറയുന്നവരോട് ഞാൻ പറയാം, നിൻ്റെ ജീവിതത്തിനകത്ത് ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ പല പ്രതികൂലങ്ങൾ കടന്നു വന്നേക്കാം, പല വിഷയങ്ങൾ കടന്നു വന്നേക്കാം. ഇതിനകത്ത് ഞാൻ കുടുങ്ങിപ്പോകുമോ, ഇതിനകത്ത് ഞാൻ പുറത്തു വരത്തില്ലയോ എന്നൊക്കെ ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് നേരെ കടന്നു വന്നേക്കാം. ചില വ്യക്തികളെ തന്നെ പിശാച് അതിനായിട്ട് ഉപയോഗിച്ചെന്നിരിക്കാം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയാ, ദൈവത്തിൻ്റെ സാക്ഷ്യമാ. കർത്താവ് അത് ചെയ്തിരിക്കും. നോക്കിയേ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഈ ആമേൻ മനുഷ്യൻ പൗലോസ്, ആമേൻ, അവൻ ഒരു തടവുകാരനായിട്ട് സുവിശേഷ നിമിത്തം യാത്ര ചെയ്യുക. ഇപ്പോൾ അവരെത്തപ്പെട്ട സ്ഥലം എവിടെയാണ്? മെലീത്ത എന്ന് പറയുന്ന ദ്വീപിലാണ്. ആ ദ്വീപിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഹല്ലേലൂയ. ആമേൻ. അണലി ശക്തികൾ കുടികൊള്ളുന്ന ഒരു ദേശം, ഉദരത്തെ വീർപ്പിക്കുന്ന, പെട്ടെന്ന് ചത്തുവീഴുമാറാക്കുന്ന ഒരു വലിയ പൈശാചിക മണ്ഡലം കുടിവാഴുന്ന ആ ദേശത്ത് പൗലോസ് കുറെ വിറക് പറക്കി തീക്കകത്തിട്ടപ്പോൾ ചൂട് നിമിത്തം അണലി പുറത്തു വന്നിട്ട് അവൻ്റെ കയ്യിൽ പറ്റി. കണ്ടോ, സാധാരണഗതിയിൽ അവിടെ ചൂടുണ്ടായിരുന്നു, തീ ഉണ്ടായിരുന്നു. പക്ഷെ പൗലോസിൻ്റെ കാര്യം മനസ്സിലായി, ഈ തീ കൊണ്ട് അണലി പുറത്തു വരാനിടയാകത്തില്ല. ആമേൻ. കുറച്ച് വിറകൂടെ പിറക്കിയിട്ടാലേ പറ്റത്തുള്ളൂ, കുറച്ച് വിറകൂടെ പിറക്കിയിട്ടാലേ പറ്റത്തുള്ളൂ. അങ്ങനെ നിയോഗത്തോടെ ആമേൻ പിറക്കിയിട്ടപ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വമോടെ വെളിപ്പെടാനിടയായിത്തീർന്നത്. അണലി കയ്യെ തൂങ്ങി കേട്ടോ, പക്ഷേ അവനെ പെട്ടെന്ന് ചത്തു വീഴാൻ വേണ്ടി തൂങ്ങിയതാ. ആ ജന്തു അടുത്ത നിമിഷം പെട്ടെന്ന് തീർന്നത് ആ ദേശശക്തിയെ ദൈവം തൊട്ടു എന്നുള്ളതിൻ്റെ ഒരു സിമ്പലായിരുന്നത്, സിമ്പലായിരുന്നു. അടുത്ത നിമിഷം എന്താ സംഭവിച്ചത് നമുക്കറിയാം. ആമേ, നാട്ടുകാരെല്ലാം ഇവനെ നോക്കി പറയും, കൊലപാതകനാ, കൊലപാതകന, ഒരു സംശയമില്ല. പക്ഷെ മൈൻഡ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അവരുടെ മനസ്സ് മാറിയിട്ട് പറയും, ഇല്ല, കൊലപാതകനല്ല, ഇവനൊരു ദേവനാ, ഇവനൊരു ദേവനാ. ഇതാ നമ്മുടെ ദൈവം, മനസ്സ് മാറ്റുന്നൊരു ദൈവപ്രവൃത്തി. ചിലതിൻ്റെ മനസ്സ് മാറ്റുന്നൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നൽകിത്തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനായിട്ടോ. ആ ദൈവകരങ്ങൾ ഈ പ്രഭാതത്തിലും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ നല്ല പിതാവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതം അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ, പ്രാർത്ഥിപ്പാൻ അന്ന് തരുന്ന സാവകാശത്തിനായിട്ട് സ്തോത്രം, അന്ന് തരുന്ന അവസരത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട്
ഈ പ്രിയപ്പെട്ട നിലകൊള്ളട്ടെ കർത്താവ്. വെല്ലുവിളികളെ അതിജീവിക്കാം, ആത്മാവിനെ അതിജീവിക്കാം, പൈശാചികമായി വരുന്ന ആക്രമണ ശക്തികളെ അതിജീവിക്കാം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൃപ കൊടുക്കണമേ, കരുത്ത് കൊടുക്കണമേ, ബലം പകരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മെസ്സേജ് കേൾക്കുന്ന എല്ലാവരുടെ മേലും ജീവന്റെ തുടുപ്പ് വ്യാപരിക്കണം. കൃപ വേണം, അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.